നമസ്കാരം. ഏകീകൃത ലാഭനഷ്ട പ്രസ്താവന അഥവാ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ചുരുക്കി പറഞ്ഞാൽ CSPL, ഇതിലേക്കാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ, കാപ്ലാൻ പബ്ലിഷിംഗിന്റെ, അതിലെ 19-ാം അധ്യായം, അതാണ് നമ്മുടെ ഈ വിശകലനത്തിന് അടിസ്ഥാനം. അതെ, ഒരുപാട് കമ്പനികൾ ചേർന്ന ഒരു ഗ്രൂപ്പ്, അതിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രകടനം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ കൊണ്ടുവരാം? അതാണ് ഈ CSPLന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഇതിനകത്ത് വരുന്ന ചില അഡ്ജസ്റ്റ്മെന്റ്സ്, അതിന്റെയൊക്കെ ലോജിക് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് മനസ്സിലാക്കണം. ശരിയാണ്. ഇത് നിങ്ങൾക്കൊരു വ്യക്തമായ ഐഡിയ തരുമെന്ന് കരുതുന്നു. തീർച്ചയായും. കാരണം ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. കുറേ കമ്പനികളുടെ കണക്കുകൾ ഒരുമിച്ച് കൂട്ടുന്നു, കുറയ്ക്കുന്നു. പക്ഷേ ഇതിലെ ഓരോ സ്റ്റെപ്പിനും ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ഗ്രൂപ്പിന്റെ ആ ശരിക്കുള്ള സാമ്പത്തിക ചിത്രം എന്താണെന്ന് പുറത്തുകൊണ്ടുവരിക, അല്ലാതെ വെറുതെ കുറെ നമ്പറുകൾ കൂട്ടിക്കാണിക്കുക എന്നതല്ല. അതെ, ആ ഒരു റിയൽ പിക്ചർ കിട്ടണം. അപ്പോ എന്താണ് ഈ CSPLന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം? അതായത് ഒരു പാരന്റ് കമ്പനി P എന്ന് വെക്കാം. അതിന് ഒന്നോ അതിലധികമോ സബ്സിഡിയറി കമ്പനികൾ ഉണ്ടാവാം, S. ഇവരെല്ലാം കൂടെ ഒരൊറ്റ എൻറ്റിറ്റി പോലെ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സിംഗിൾ യൂണിറ്റിന്റെ ലാഭവും നഷ്ടവും എന്താണെന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട്, അങ്ങനെയല്ലേ? അതുതന്നെ. കൃത്യമായി പറഞ്ഞാൽ അതാണ്. നമ്മളിപ്പോ ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ്. അവർക്ക് ഈ പേരന്റ് കമ്പനി തനിയെ എന്തുണ്ടാക്കി, സബ്സിഡിയറി തനിയെ എന്തുണ്ടാക്കി എന്നതിനേക്കാൾ പ്രധാനം ഈ മൊത്തം ബിസിനസ് എന്തു ചെയ്തു എന്നതാണ്. ശരിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ Pയുടെയും Sന്റെയും വരുമാനം, ചെലവുകൾ, ഇതെല്ലാം ഓരോ ഐറ്റം ബൈ ഐറ്റം എടുത്ത് കൂട്ടുന്നത്. ലൈൻ ബൈ ലൈൻ കൺസോളിഡേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് Pക്ക് 100 രൂപ സെയിൽസ്, Sന് 50 രൂപ സെയിൽസ്. അപ്പോ ഗ്രൂപ്പിന്റെ സെയിൽസ് 150 രൂപ. അതെ, ബേസിക്കലി അതാണ് ഐഡിയ. പക്ഷേ ഈ സിമ്പിൾ അഡിഷൻ മാത്രം പോരാ. അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സിന്റെയൊക്കെ റോൾ വരുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ കൂട്ടിച്ചേർക്കൽ കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഗ്രൂപ്പിന്റെ മൊത്തം ലാഭം, അത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണെന്ന് കാണിക്കണമല്ലോ. ഒന്ന് പാരന്റ് കമ്പനിയുടെ ഓഹരി ഉടമകൾ, പിന്നെ മറ്റൊന്ന് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, NCI. അതെന്താണ്? NCIയെ പറ്റി ആലോചിക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. പേരന്റ് കമ്പനിക്ക് സബ്സിഡിയറിയിൽ ഒരു 80% ഷെയറേ ഉള്ളൂ എന്ന് കരുതുക. അതായത് 100% ഇല്ല. അതെ, 100% ഓണർഷിപ്പില്ല. അപ്പോൾ ആ ബാക്കി 20% ഷെയർ മറ്റാരുടെയൊക്കെയോ കയ്യിലാണല്ലോ, പുറത്തുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ആ സബ്സിഡിയറി ഉണ്ടാക്കുന്ന ലാഭത്തിൽ ഈ 20% ഓഹരി ഉടമകൾക്കും ഒരു പങ്കുണ്ട്. ആ പങ്കിനെയാണ് നമ്മൾ NCI എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിന്റെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയാൽ അതിൽ ഇത്ര ഭാഗം പേരന്റിന്റെ ഓഹരി ഉടമകൾക്ക്, ഇത്ര ഭാഗം ഈ NCIക്ക് എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ശരി. അപ്പോൾ ഈ കൺസോളിഡേഷൻ പ്രോസസ്സിന് ഒരു സ്റ്റാൻഡേർഡ് രീതി ഉണ്ടാവുന്നു, ഒരു വർക്കിംഗ് പ്രൊസീജിയർ പോലെ. ഉണ്ട്, തീർച്ചയായും. നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഉണ്ട്. ഒന്നാമതായിട്ട് ഗ്രൂപ്പ് സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കുക. അതായത് Pക്ക് Sൽ എത്ര ശതമാനം കൺട്രോളുണ്ട്, എന്നാണ് അക്വയർ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ Pയുടെയും Sന്റെയും ഇൻകം സ്റ്റേറ്റ്മെന്റ് ഐറ്റംസ്, അതായത് റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, എക്സ്പെൻസസ് ഒക്കെ വരിവരിയായി കൂട്ടുക. അടുത്തതാണ് ഏറ്റവും പ്രധാനം, ക്രമീകരണങ്ങൾ വരുത്തുക, അഡ്ജസ്റ്റ്മെന്റ്സ്. എന്തരം അഡ്ജസ്റ്റ്മെന്റ്സ്? പലതുണ്ടാവാം. ഉദാഹരണത്തിന് Pയും Sഉം തമ്മിൽ എന്തെങ്കിലും കച്ചവടം നടന്നിട്ടുണ്ടാവാം, ഇൻട്രാ ഗ്രൂപ്പ് ട്രേഡിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ അക്വിസിഷൻ സമയത്ത് Sന്റെ അസറ്റ്സിന് ഫെയർ വാല്യൂ ഇട്ടിട്ടുണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗുഡ്വിൽ ഇമ്പയർമെന്റ് ഉണ്ടാവാം. ഇതൊക്കെ ഗ്രൂപ്പിന്റെ യഥാർത്ഥ പെർഫോമൻസ് കാണിക്കുന്നതിന് തടസ്സമാകും. അപ്പോ ആ ഒരു നോയ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞുള്ള ലാഭത്തിൽ നിന്ന് NCIയുടെ ഷെയർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഈ NCI ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും ഉണ്ടല്ലോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. വെറുതെ സബ്സിഡിയറിയുടെ പ്രോഫിറ്റ് എടുത്ത് അതിന്റെ പെർസെന്റേജ് കണ്ടാൽ മതിയോ? പോരാ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കാരണം സബ്സിഡിയറി അവരുടെ ബുക്കിൽ കാണിച്ചിരിക്കുന്ന ലാഭം അത് ഗ്രൂപ്പിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല.
ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ശേഷം വരുന്ന ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഉണ്ട് സബ്സിഡിയറിക്ക്. അതിന്റെ ബേസിസിലാണ് നമ്മൾ NCI ഷെയർ കാണേണ്ടത്. അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം സബ്സിഡിയറിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ കുറയ്ക്കണം. ഉദാഹരണത്തിന് ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അധികം ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എക്സ്ട്രാ ഡിപ്രീസിയേഷൻ? അതെ, കാരണം അത് ഗ്രൂപ്പിന്റെ എക്സ്പെൻസ് ആണ്. അതുപോലെ ഈ UPL, അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, സബ്സിഡിയറി ആണ് പാരന്റിന് ലാഭത്തിൽ വിറ്റതെങ്കിൽ ആ ലാഭത്തിന്റെ അംശം അതും കുറയ്ക്കണം. കാരണം ആ ലാഭം ഗ്രൂപ്പിന് റിയലൈസ് ആയിട്ടില്ല. അപ്പോ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഫിഗർ കിട്ടും, അഡ്ജസ്റ്റഡ് സബ്സിഡിയറി പ്രോഫിറ്റ്. അതിന്റെ മുകളിലാണ് നമ്മൾ NCI പെർസെന്റേജ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയറായി. ആ പാഡിൽ ആൻഡ് സ്കിപ്പ് ഇല്ലസ്ട്രേഷനിൽ സ്കിപ്പിന്റെ ലാഭം 40,000 ആയിരുന്നു, വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് 25% NCIക്ക് 10,000 കിട്ടി. പക്ഷെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 10,000 മാറിയനെ. തീർച്ചയായും മാറും. ഇനി ഈ അഡ്ജസ്റ്റ്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇൻട്രാ-ഗ്രൂപ്പ് ട്രേഡിംഗ് ഒഴിവാക്കുന്നത്. അതെന്തിനാണ് ചെയ്യുന്നത്? ലോജിക് എന്താണ്? ലോജിക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ഗ്രൂപ്പിനെ ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ടല്ലേ കാണുന്നത്? അതെ. അപ്പോ ആ എൻറ്റിറ്റിക്കുള്ളിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിന് സാധനം വിൽക്കുന്നത് പോലെയാണ് P Sന് വിൽക്കുന്നതും S Pക്ക് വിൽക്കുന്നതും. ഇതുകൊണ്ട് ഗ്രൂപ്പിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ലാഭവും കിട്ടുന്നില്ല. ഇത് ഗ്രൂപ്പിന്റെ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രം. ഇന്റേണൽ ട്രാൻസ്ഫർ പോലെ. എക്സാക്ട്ലി. അപ്പോ കൺസോളിഡേറ്റഡ് ഫിഗേഴ്സിൽ ഇത് കാണിച്ചാൽ അത് ഗ്രൂപ്പിന്റെ വരുമാനവും ചെലവും ആർട്ടിഫിഷ്യലായി പെരുപ്പിച്ചു കാണിക്കും. അതുകൊണ്ട് ഈ ഇന്റേണൽ ട്രാൻസാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസിന്റെ കാര്യത്തിൽ Pയും Sഉം തമ്മിൽ നടന്ന കച്ചവടത്തിന്റെ തുക അത് ഗ്രൂപ്പിന്റെ ടോട്ടൽ റവന്യൂവിൽ നിന്നും കുറയ്ക്കണം. അതുപോലെ അതേ തുക തന്നെ ഗ്രൂപ്പിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും കുറയ്ക്കണം. ഓക്കെ, അപ്പോ അതിന്റെ നെറ്റ് എഫക്റ്റ് പോകും. അതെ. അപ്പോൾ ഗ്രൂപ്പിന്റെ ശരിക്കുള്ള, അതായത് പുറത്തുള്ള കസ്റ്റമേഴ്സുമായി നടന്ന കച്ചവടം മാത്രം അവിടെ അവശേഷിക്കും. ഇതേ ലോജിക് തന്നെയാണ് ഗ്രൂപ്പിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്നതും കൊടുക്കുന്നതുമായ പലിശയുടെ കാര്യത്തിലും. അതെങ്ങനെയാണ്? ഒരാൾക്കത് ഫിനാൻസ് കോസ്റ്റാണ്, മറ്റേ ആൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം. പക്ഷെ ഗ്രൂപ്പായി നോക്കുമ്പോൾ ഇത് ഉള്ളിൽ തന്നെയല്ലേ നീക്കം? ശരിയാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ നിന്നും ഫിനാൻസ് കോസ്റ്റിൽ നിന്നും ഈ ഇൻട്രാ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് നമ്മൾ ഒഴിവാക്കും. ഇനി സബ്സിഡിയറി പാരന്റിന് ഡിവിഡൻഡ് കൊടുക്കുമല്ലോ, അതും ഒഴിവാക്കണോ? ഒഴിവാക്കണം. കാരണം പാരന്റ് കമ്പനി അത് അവരുടെ സ്റ്റാൻഡ് അലോൺ ബുക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻകമായി കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ കൺസോളിഡേറ്റഡ് ലെവൽ നോക്കുമ്പോൾ ഇത് ഗ്രൂപ്പിന്റെ ഒരു പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് അതേ ഗ്രൂപ്പിന്റെ വേറൊരു പോക്കറ്റിൽ വെക്കുന്നതിന് തുല്യമാണ്. റൈറ്റ്. ഗ്രൂപ്പിൽ നിന്ന് കാശ് പുറത്തേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഗ്രൂപ്പിന് പുറത്തുള്ള ഓഹരി ഉടമകൾക്ക്, അതായത് പാരന്റിന്റെ ഷെയർ ഹോൾഡേഴ്സിനും NCIക്കും കൊടുക്കുന്ന ഡിവിഡൻഡ് മാത്രമേ ഗ്രൂപ്പിന്റെ ഡിസ്ട്രിബ്യൂഷനായി കണക്കാക്കാൻ പറ്റൂ. ഓക്കെ, അത് വളരെ ക്ലിയറായി. ഇനി നമുക്ക് ആ PUPയിലേക്ക് വരാം, പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇൻവെന്ററിയുടെ കാര്യത്തിൽ ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഏരിയയാണ്. ശരിയാണ്. PUPയുടെ കോൺസെപ്റ്റ് ഇതാണ്. ഗ്രൂപ്പിലെ ഒരു കമ്പനി, നമുക്ക് A എന്ന് വിളിക്കാം. A കുറച്ച് ലാഭമെടുത്ത് ഗ്രൂപ്പിലെ തന്നെ മറ്റേ കമ്പനിക്ക് Bക്ക് സാധനം വിറ്റു. ഇയർ എൻഡ് ആയപ്പോ B ആ സാധനം പുറത്താർക്കും വിറ്റില്ല. അത് Bയുടെ സ്റ്റോക്കിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോ Bയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ആ സാധനമുണ്ട്. അതെ. അങ്ങനെയാണെങ്കിൽ A ആ കച്ചവടത്തിലെടുത്ത ലാഭമുണ്ടല്ലോ, അത് ഗ്രൂപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ റിയലൈസ്ഡ് ആയിട്ടില്ല, അൺറിയലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? കാരണം ആ സാധനം ഇപ്പോഴും ഗ്രൂപ്പിന്റെ കൺട്രോളിൽ തന്നെയല്ലേ. അത് ഗ്രൂപ്പിന് പുറത്തുള്ള ഒരു കസ്റ്റമർക്ക് വിറ്റ് ക്യാഷ് കിട്ടുമ്പോഴേ ആ ലാഭം ഗ്രൂപ്പിന് റിയൽ ആവുന്നുള്ളൂ. ശരി. അപ്പോ ഈ റിയൽ അല്ലാത്ത ലാഭം നമ്മൾ കണക്കിൽ നിന്നും മാറ്റണം. അതെങ്ങനെ ചെയ്യും? 2 സ്റ്റെപ്പുണ്ട്. ഒന്ന്, ആ ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് റവന്യൂവും കോസ്റ്റ് ഓഫ് സെയിൽസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആ ട്രാൻസാക്ഷനെ മൊത്തത്തിൽ ഒഴിവാക്കും. 2, ആ വിൽപ്പനയിൽ A എടുത്ത ലാഭത്തിന്റെ ഒരു ഭാഗം Bയുടെ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂവിൽ ഉൾപ്പെട്ടിരിപ്പുണ്ട്. ഇൻവെന്ററിയുടെ വാല്യുവേഷൻ കൂടിയാണ് നിൽക്കുന്നത്. അതെ. ആ കൂടിയ വാല്യൂ, അതായത് ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ എമൗണ്ട്, അത് നമ്മൾ ഗ്രൂപ്പിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂട്ടിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. കോസ്റ്റ് ഓഫ് സെയിൽസ് കൂട്ടുകയാണോ? അതെ.
കോസ്റ്റ് ഓഫ് സെയിൽസ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോസ് പ്രോഫിറ്റ് കുറയുമല്ലോ. അങ്ങനെ ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ ഇമ്പാക്റ്റ് നമ്മൾ ഒഴിവാക്കും. ഓക്കേ. അപ്പോൾ PUP കോസ്റ്റ് ഓഫ് സെയിൽസിന് കൂട്ടും. ഇത് NCI കാൽക്കുലേഷൻ എങ്ങനെയാണ് ബാധിക്കുക? ആഹാ, അവിടെയാണ് ഒരു പ്രധാന പോയിന്റ്. ഈ PUP ഉണ്ടാക്കിയ സെയില് നടത്തിയത് സബ്സിഡിയറി ആണെന്ന് വെക്കാം. അതായത് എസ് ആണ് പിക്ക് ലാഭത്തില് വിറ്റത്. ഓക്കെ. അപ്പോ ആ PUP കാരണം എസിന്റെ പ്രോഫിറ്റ് ആർട്ടിഫിഷ്യലായി കൂടിയിരിക്കുകയല്ലേ. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ NCIയുടെ ഷെയർ കാണാൻ വേണ്ടി എസിന്റെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ഈ PUP കൂടി കുറയ്ക്കണം. എന്നിട്ടേ NCI പെർസെന്റേജ് അപ്ലൈ ചെയ്യാവൂ. എന്നാൽ വിൽപ്പന നടത്തിയത് പാരന്റ് ആണെങ്കിലോ? P ആണ് എസിന് വിറ്റതെങ്കിൽ? അങ്ങനെയാണെങ്കിൽ ആ PUP ബാധിക്കുന്നത് പിയുടെ ലാഭത്തെയാണ്, എസിന്റെ ലാഭത്തെ അത് ബാധിക്കുന്നില്ല. അപ്പൊ NCI കാണുമ്പോൾ കുറയ്ക്കണ്ട? വേണ്ട. NCI കാണാനുള്ള എസിന്റെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഈ PUP കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം അതുണ്ടാക്കിയത് P ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തന്നെ. ആ സെബഡി ആൻഡ് സേവിയർ എക്സാമ്പിളിലെ P ആയ സേവിയർ ആണ് എസ് ആയ സേവിയറിന് വിറ്റത്. അതുകൊണ്ട് അവിടെ വന്ന 12,000 PUP ഗ്രൂപ്പ് കോസ്റ്റ് ഓഫ് സെയിൽസിൽ കൂട്ടി. പക്ഷേ NCI കാണാൻ സേവിയറിന്റെ പ്രോഫിറ്റൊന്നും കുറച്ചില്ല. നേരെ മറിച്ച് സേവിയർ ആയിരുന്നു സെബഡിക്ക് വിറ്റതെങ്കിൽ എങ്കില് ആ 12,000 നമ്മൾ NCI കാണാനുള്ള സേവിയറിന്റെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കുറച്ചേനെ. ഓക്കെ, ക്ലിയർ. ഇതേ PUP കോൺസെപ്റ്റ് തന്നെ നോൺ കറന്റ് അസറ്റ്സിന്റെ ട്രാൻസ്ഫറിനും വരും. മെഷീനറിയോ ബിൽഡിങ്ങോ ഒക്കെ ഗ്രൂപ്പിനുള്ളിൽ ലാഭത്തിന് വിറ്റാൽ അതും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. അതെ, ആ പ്രോഫിറ്റ് ഒഴിവാക്കണം. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. വാങ്ങിയ കമ്പനി ഈ കൂടിയ വിലയുടെ മുകളിലല്ലേ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അതെ. പക്ഷെ ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടില് യഥാർത്ഥ കോസ്റ്റിന്റെ മുകളിലെ ഡിപ്രിസിയേഷൻ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു എക്സസ് ഡിപ്രിസിയേഷൻ ഓരോ വർഷവും വരും. ആ അധികമുള്ള ഡിപ്രിസിയേഷൻ. അതെ, അതും നമ്മൾ കൺസോളിഡേറ്റഡ് കണക്കിൽ നിന്ന് ഒഴിവാക്കണം. സാധാരണയായി ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കുറച്ചുകൊണ്ടാണ് അത് ചെയ്യുക. ഇങ്ങനെ ഓരോ വർഷവും ഈ എക്സസ് ഡിപ്രീസിയേഷൻ ഒഴിവാക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത ആ ലാഭം പതിയെ റിയലൈസ് ആയി വരും ആ അസറ്റിന്റെ ലൈഫ് ടൈമിൽ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഇനി CSIയുടെ മറ്റ് ചില പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് കൂടിയൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? ഗുഡ്വിൽ ഇമ്പയർമെന്റ് അതെങ്ങനെയാണ് വരുന്നത്? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സിഡിയറിയെ വാങ്ങാൻ കൊടുത്ത വിലയും അവരുടെ നെറ്റ് അസറ്റ്സിന്റെ ഫെയർ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. അതെ. കാലക്രമേണ ഈ ഗുഡ്വില്ലിന്റെ വാല്യൂ കുറഞ്ഞാൽ, അതായത് ഇമ്പയർമെന്റ് സംഭവിച്ചാൽ, ആ നഷ്ടം നമ്മൾ CSPLൽ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NCIയെ ഫെയർ വാല്യൂ മെത്തേഡിൽ ഫുൾ ഗുഡ്വിൽ മെത്തഡാണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ഈ ഇമ്പയർമെന്റ് ലോസിന്റെ ഒരു ഭാഗം NCIക്കും കൂടെ ബാധകമാണ്. ഓക്കെ, അപ്പോൾ NCIയുടെ ലാഭത്തിൽ നിന്നും അത് കുറയോ? കുറയും. അവരുടെ ഷെയർ ഓഫ് ഇമ്പയർമെന്റ് ലോസ് കുറയ്ക്കണം. റൈറ്റ്. ഇനി അക്വിസിഷൻ സമയത്തെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ്, അതിന്റെ ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾ സബ്സിഡിയറിയെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ അസറ്റ്സിനും ലൈബിലിറ്റീസിനും ഫെയർ വാല്യൂ ഇടൂലോ. അതെ. അപ്പോ ഏതെങ്കിലും അസറ്റിന്റെ ഫെയർ വാല്യൂ അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൂടിയ എമൗണ്ടിന്മേൽ ഒരു എക്സ്ട്രാ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും വരും. ഇതും ഗ്രൂപ്പിന്റെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. ഇത് CSPLൽ വരണം. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലും വരും. ഓക്കെ. ഇനി ഈ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഫീസ്, മറ്റ് പ്രൊഫഷണൽ ഫീസുകളോ? അതൊന്നും ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റിന്റെ കൂടെ കൂട്ടാൻ പാടില്ല. അത് എല്ലാം അത് സംഭവിച്ച വർഷത്തെ CSPLൽ ഒരു എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് അല്ല, എക്സ്പെൻസ് ആണ്. അതെ, P&L എക്സ്പെൻസ്. ഇനി ഡെഫേർഡ് കൺസിഡറേഷൻ അല്ലെങ്കിൽ കണ്ടിൻജന്റ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, അതായത് വാങ്ങിയതിന് പൈസ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡെഫേർഡ് കൺസിഡറേഷൻ സാധാരണ ഡിസ്കൗണ്ടഡ് വാല്യൂവിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. ഓരോ വർഷവും ആ ഡിസ്കൗണ്ട് അൺവൈൻഡ് ചെയ്യണം. അതായത് ആ പലിശ ഘടകം. അതൊരു ഫിനാൻസ് കോസ്റ്റായിട്ട് CSPLൽ വരും. ഓ ശരി. കണ്ടിൻജന്റ് കൺസിഡറേഷൻ ആണെങ്കിൽ അത് ഫെയർ വാല്യൂവിലാണ് വെക്കുക. അതിന്റെ ഫെയർ വാല്യൂവിൽ ഓരോ വർഷവും മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങളും P&Lലാണ് വരിക. അപ്പോ അക്വിസിഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും CSPLന് നേരിട്ട് ബാധിക്കാം. തീർച്ചയായും. ഇനി ടൈമിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം കൂടി പറയാം.
വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു സബ്സിഡിയറിയെ വാങ്ങിയാൽ എന്തു ചെയ്യും? മിഡ് ഇയർ അക്വിസിഷൻ. അതൊരു കോമൺ സിനാറിയോ ആണല്ലോ. ജനുവരി 1 തന്നെ എല്ലാവരെയും വാങ്ങണമെന്നില്ലല്ലോ. അപ്പോ ആ സബ്സിഡിയറിനെ ഒരു കൊല്ലത്തെ മുഴുവൻ കണക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്നാണോ ആ സബ്സിഡിയറിയുടെ കൺട്രോൾ ഏറ്റെടുത്തത്, ആ ഡേറ്റ് മുതൽക്കുള്ള അവരുടെ റിസൾട്ട്സ് മാത്രമേ കൺസോളിഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അക്വിസിഷൻ ഡേറ്റ് മുതൽ. അതെ. ഉദാഹരണത്തിന്, മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തിൽ നമ്മൾ ഒരു സബ്സിഡിയറിയെ ഡിസംബർ 1 വാങ്ങിയതെങ്കിൽ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 4 മാസത്തെ അവരുടെ വരുമാനവും ചിലവും മാത്രമേ ആ വർഷത്തെ കൺസോളിഡേഷനിൽ എടുക്കാവൂ. അപ്പോ 4-5-12 വെച്ച് പ്രോറേറ്റ് ചെയ്യണം. സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ടൈം അപ്പോർഷൻമെന്റ് എന്ന് പറയും. ആ ഈത്തോസ് ആൻഡ് പാത്തോസ് എക്സാമ്പിളിൽ അങ്ങനെ 4 മാസത്തെ കണക്കുകളാണ് എടുത്തത്. അത് ലോജിക്കലാണ്. കാരണം അതിന് മുൻപുള്ള കാലത്തെ പെർഫോമൻസ് ഗ്രൂപ്പിന്റെ അല്ലല്ലോ. അല്ല. ഓക്കെ, ഇനി അവസാനമായിട്ട് ഈ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ അതർ കോംപ്രിഹെൻസീവ് ഇൻകം അഥവാ OCI കൂടി വരാറുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ കൺസോളിഡേഷനിൽ വരുന്നത്? വരാം. ചില കാര്യങ്ങൾ സാധാരണ P&Lലൂടെ പോകാതെ നേരിട്ട് ഇക്വിറ്റിയിലേക്ക് പോകുന്ന ചില ഗെയിൻസും ലോസസുമുണ്ട്. അതാണ് OCI. ഉദാഹരണത്തിന് റീവാല്യുവേഷൻ സർപ്ലസ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ് ഒക്കെ റീവാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം. അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഫെയർ വാല്യൂ ത്രൂ OCI, FVOCI എന്ന് പറയും. അതിന്റെ വാല്യൂവിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ OCIയിൽ വരും. അപ്പോ നമ്മളുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നായി മാറും. കുറച്ചുകൂടി വലിയ സ്റ്റേറ്റ്മെന്റ്. അതെ. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സാധാരണ പോലെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ വരെ കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ താഴെ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നൊരു സെക്ഷൻ വരും. അവിടെ ഈ പറഞ്ഞ ഐറ്റംസ് ലിസ്റ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് പ്രോഫിറ്റ് ഫോർ ദ ഇയറും ടോട്ടൽ OCIയും കൂട്ടി ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ എന്ന് കാണിക്കും. എന്നിട്ട് ഈ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകവും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണോ? പാരന്റിനും NCIക്കും ചെയ്യണം. പ്രോഫിറ്റ് ഫോർ ദ ഇയർ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ ഈ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകവും പാരന്റിന്റെ ഓഹരി ഉടമകൾക്ക് എത്ര, NCIക്ക് എത്ര എന്ന് നമ്മൾ വേർതിരിച്ചു കാണിക്കണം. ആ പെപ്പർ ഗ്രൂപ്പ് ഇല്ലസ്ട്രേഷൻ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് കൺസോളിഡേഷന്റെ പല പ്രധാന ഏരിയകളും കവർ ചെയ്തു. ഇൻട്രാഗ്രൂപ്പ് എലിമിനേഷൻസ്, PUP, NCI കാൽക്കുലേഷൻ, ഗുഡ്വിൽ, ഫെയർ വാല്യൂ, മിഡ് ഇയർ എക്വിസിഷൻ, OCI വരെ. അതെ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ കോർ ഐഡിയ ഓർത്തുവെച്ചാൽ മതി. ഗ്രൂപ്പിനെ ഒരൊറ്റ യൂണിറ്റായി കാണുക, അതിന്റെ യഥാർത്ഥ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി ആവശ്യമില്ലാത്ത ഇന്റേണൽ നോയ്സ് ഒഴിവാക്കുക. ശരിയാണ്, ആ ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അത് തന്നെ. അപ്പോഴാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ശരിക്കും ഒരു മീനിംഗ് ഉണ്ടാകുന്നത്. ഇൻവെസ്റ്റേഴ്സിനും മറ്റുള്ളവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതും. തീർച്ചയായും. ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെക്കട്ടെ. നമ്മളിപ്പോൾ സബ്സിഡിയറിയെ വാങ്ങുന്നതിനെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇനി നിങ്ങളൊരു സബ്സിഡിയറിയുടെ കുറച്ചു ഭാഗം വിൽക്കുകയാണെങ്കിലോ, ഒരു പാർഷ്യൽ ഡിസ്പോസൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെഗ്മെന്റ് മൊത്തമായി നിർത്തുകയാണെങ്കിലോ, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ, ഇതൊക്കെ എങ്ങനെ CSPLൽ വരും? അതൊക്കെ ഗ്രൂപ്പ് അക്കൗണ്ടിങ്ങിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസാണ്. ഒരുപക്ഷെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. എന്തായാലും ഈ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിനെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിക്കാൻ സഹായിച്ച ഈ വിവരങ്ങൾക്ക് വളരെ നന്ദി. യു ആർ വെൽക്കം. ഇത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ കാണാം.